അപ്പോൾ നമുക്ക് നേരെ 1812 പോകാം. സെക്ഷൻ 2 കുറിച്യർ ലഹള. ഈ ലഹളയുടെ കാരണങ്ങളും ഇതിലെ പ്രധാന മുദ്രാവാക്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വയനാട്ടിൽ നടന്ന കുറിച്യർ ലഹളയ്ക്ക് നമ്മുടെ ചരിത്രത്തിലുള്ള സ്ഥാനമെന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ലഹളയായിരുന്നില്ല. ദക്ഷിണേന്ത്യയിൽ തന്നെ നടന്ന ഒരേയൊരു ഗിരിവർഗ കലാപം അഥവാ ട്രൈബൽ റിവോൾട്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതൊന്ന് ശ്രദ്ധിച്ചേ. കാണുന്ന വിവരങ്ങൾ അതേപടി മൈൻഡിലേക്ക് കയറ്റിക്കൊള്ളൂ. വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞത്? കാരണം മറ്റൊന്നുമല്ല, അവർ അടിച്ചേൽപ്പിച്ച താങ്ങാനാവാത്ത നികുതി തന്നെ. ആ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക: തോമസ് വാർഡൻ. ഈ കൊടിയ ചൂഷണം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ ആ മുദ്രാവാക്യം അവർ മുഴക്കിയത്: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ വട്ടത്തൊപ്പിക്കാർ എന്ന് അവർ വിളിച്ചത് ആരെയാണെന്ന് ഊഹിക്കാമല്ലോ. അതെ, സാക്ഷാൽ ബ്രിട്ടീഷുകാരെ തന്നെ. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് വരാം: ലഹളയുടെ നേതാക്കളും ആ പോരാട്ടത്തിന്റെ അന്ത്യവും. ഈ പോരാട്ടത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമനമ്പിയെ കൂടാതെ ഈ ലഹളയിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളാണ് ആയിരം വീട്ടിൽ കോന്തപ്പ, പ്ലാക്കൽ ചന്തു, പിന്നെ വെൺകളോൾ കേളു എന്നിവർ. പേരുകൾ ഒന്നുകൂടി ഓർത്തുവെച്ചോളൂ. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നൊരു കാര്യം. ഈ നേതാക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം. നോക്കൂ, രാമൻ നമ്പി, ആയിരം വീട്ടിൽ കോന്തപ്പ, പ്ലാക്കൽ ചന്തു ഇവര് മൂന്നുപേരും പോരാട്ടത്തിനിടയിൽ വധിക്കപ്പെടുകയായിരുന്നു. എന്നാൽ വെൺകളോൾ കേളുവിനെ ബ്രിട്ടീഷുകാർ ജീവനോടെ പിടികൂടുകയും പിന്നീട് അദ്ദേഹത്തെ പരസ്യമായി തൂക്കിലേറ്റുകയുമാണുണ്ടായത്. ഡിഫറൻസ് ക്ലിയർ അല്ലേ? അങ്ങനെ അതിശക്തമായ ആ ട്രൈബൽ റിവോൾട്ടിനെ, ഗിരിവർഗ പ്രതിരോധത്തെ ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി അടിച്ചമർത്തിയ ആ ഡേറ്റ് 1812 മെയ് 8. ആ പ്രതിരോധം എത്രത്തോളം ശക്തമായിരുന്നുവെന്നറിയാൻ ഈയൊരു കോട്ട് മാത്രം മതി. ടി.എച്ച്. ബാബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ അധീനതയിലാകുമായിരുന്നു. ആലോചിച്ചു നോക്കിയേ, വലിയ ആയുധങ്ങളോ ട്രെയിനിങ്ങോ ഇല്ലാത്ത ഒരു ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കാൻ എത്രത്തോളം അടുത്തെത്തിയിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അപ്പം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് ഇതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. തോമസ് വാർഡന്റെ നികുതി, മെയ് 8 അടിച്ചമർത്തൽ, ഒടുവിൽ ടി.എച്ച്. ബാബറിന്റെ ആ വാക്കുകൾ. ഇതിന്റെ ആ ഒരു കണക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റായിട്ടുണ്ടാകണം. അപ്പോൾ ഇത്രയുമാണ് ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ഹൈ ഈൽഡ് ഫാക്ട്സ്. എക്സാമിന് പോകുന്നതിന് മുന്നേ ഇതൊരിക്കൽ കൂടി റിവൈസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. പഠിക്കുക, മുന്നേറുക.